സോഷ്യൽ കണ്ടീഷനിങ് പറയുമ്പോൾ അത് സ്ത്രീക്കും പുരുഷനും ബാധകമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പൊതു ഇടത്തിൽ നമ്മൾ ഇടപഴകുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കണ്ണൂരിലെ ആയാലും കോഴിക്കോട്ടെ ആയാലൊക്കെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിയല്ലോ. അതെല്ലാം പല നിസ്സാര സംഭവങ്ങൾക്ക് പോലും ഈ ചെറുപ്പക്കാരടക്കം പ്രത്യേകിച്ച് പലരും ഇങ്ങനെ ഇത്തരം ഒരു അറ്റാക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. കാരണം അത് ഏത് രീതിയിൽ പ്രതികരിക്കുന്നതായാലും ഇപ്പം ഈ സഹിഷ്ണുതയുടെയും സമചിത്തതയുടെയൊക്കെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും സ്ത്രീകൾ ഇതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർക്ക് ക്ഷമ അല്ലെങ്കിൽ പിന്നെ അവരുടെ പെരുമാറ്റത്തിലൊരു സൗമ്യത, വിനയം അതൊക്കെ വേണം ഒരു സ്ത്രീ പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോൾ എന്നുള്ളത് പറയുന്നത്. പക്ഷേ സ്ത്രീ എപ്പോഴും പ്രതികരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കരുതലുണ്ടാകുമെന്ന് കരുതാം. പക്ഷേ ഈ സഹിഷ്ണുതയും ഈ ക്ഷമയും അതുപോലെ തന്നെ ഈ സൗമ്യതയും എല്ലാം പ്രതികരണങ്ങളിൽ പുരുഷന്മാർക്കും വേണ്ടതാണ്. അതും ഈ പറഞ്ഞ പോലെ സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ചാണ് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നുള്ളത്. പിന്നെ നമ്മൾ ഈ കടുത്ത മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് പലരും ഇത്തരത്തിലുള്ള പ്രവണതകളിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത് ചില പരിശോധനകൾക്കും വിധേയമാക്കേണ്ട കാര്യമാണ്.